ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാനായിട്ട് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൽ ദേവദാസൻ സന്തോഷമായിരിക്കുന്നുവല്ലോ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അങ്ങയുടെ വിലയേറിയ സന്നിധാനത്തിൽ അടിയങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, അങ്ങ് നടത്തിയ വിധങ്ങൾ വഴികളാ ഒക്കെ സംസാരിപ്പാൻ നിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തണം. വായോടും നാവോടും അങ്ങ് കൂടെയിരിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് ദേവദാസനെ സഹായിക്കട്ടെ. ഇപ്പം ദേവദാസനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയാട്ടെ. എവിടെ നിന്നാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എൻ്റെ പേര് സുഗു എം ആർ. തിരുവല്ല താലൂക്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിരണം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എസുമുക്ക് എന്ന് പറയും, ആ സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ജെസ്സി, എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര്, മൂത്ത ആളുടെ പേര് കൃപ, രണ്ടാമത്തെ ആളുടെ പേര് കരുണ. 2 കുഞ്ഞുങ്ങൾ 2 പേര് പഠിക്കുന്നു. ഓക്കെ. കൃപയും കരുണയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ ദേവദാസനെ. ഇനി ഞാൻ കർത്താവ് ദാസന്റെ ജീവിതത്തിലെ അനുഭവം ഷെയർ ചെയ്യാനുള്ള സമയം നൽകി തരുവാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമ്മുടെ കേൾവിക്കാരുടെ ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും വർദ്ധനവിനും വേണ്ടി ദേവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെൽക്കം ദേവദാസനെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോയ്സ് ടി വി കൂടെ ഇങ്ങനെ ഒരു അവസരം കർത്താവ് എനിക്ക് നൽകി തന്നതിനായി കർത്താവിന് നന്ദി പറയുന്നപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞുവല്ലോ, തിരുവല്ല താലൂക്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിരണം എന്ന് പറയുന്ന സ്ഥലം പ്രസക്തി ആർജിച്ച ഒരു സ്ഥലമാണ്. കർത്താവിൻ്റെ ദാസന് അപ്പോസ്തലനാകുന്ന തോമസ് ലീഹ വന്നിറങ്ങിയ കടവെന്ന് പറയുന്ന തോമത്ത് കടവെന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കടവിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. കുഞ്ഞുനാളിൽ ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. എൻ്റെ അപ്പനും അമ്മയും കർഷകരായിരുന്നു, കൂലിപ്പണിയൊക്കെയുള്ള. അന്ന് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടെ കരിമ്പിൻ്റെ കൃഷിയും പാടത്ത് പണിയൊക്കെ ഉണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൃഷിക്കാരാണ്. എനിക്ക് മൂത്തൊരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. ഞങ്ങൾ ഏറ്റവും ഇളയതാണ് ഞാൻ. ജീവിതത്തിൽ എൻ്റെ ജനനത്തോടുകൂടെ പലവിധമാകുന്ന പ്രതിസന്ധിയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. കാരണം കുഞ്ഞുനാളിൽ എല്ലാവരുടെയും കൂടെ കളിക്കുവാനും ചിരിക്കുവാനും ഓടുവാനും ഒക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്കൊരു രോഗത്താൽ ഭാരപ്പെട്ട് ടി വി എന്ന് പറയുന്നൊരു രോഗം എനിക്കുണ്ടായി. എല്ലാ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഓടിപ്പോകുമ്പോൾ അവരുടെ കൂടെ നോടിപ്പാഞ്ഞെടുക്കാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞിട്ട് ഒരു ഓരം മാറി ഒന്ന് അവരുടെ കൂടെ ഒന്ന് ഓടാൻ ആഗ്രഹിച്ച് 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ വിമിഷ്ടം കൊണ്ട് അവിടെ ഇരിക്കും. പല സന്ദർഭങ്ങളിൽ നിരാശ കുഞ്ഞുനാളിൽ എന്നെ ഒത്തിരി പിടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഓടിച്ചെല്ലുമ്പോൾ എന്നെ രോഗി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പകരുമെന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടാക്കി. കുഞ്ഞുനാളിൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് തൊണ്ടയിടറിപ്പോവുക. പലപ്പോഴും ജീവിതം സന്തോഷമായിട്ടൊന്ന് ആനന്ദത്തോടെ എല്ലാവരുടെയും കൂടെ ഒന്നുകൂടി കളിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ
എന്തോ ഒരു ആത്മാവിൻ്റെ ഒരു ശക്തിയായിരിക്കാം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമായിരിക്കാം എന്നെ പിടിച്ചു നിർത്തി. കാരണം ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവിനെ അറിയുന്നത്. എൻ്റെ അപ്പനും അമ്മയും, ഞാൻ പറഞ്ഞല്ലോ, കൃഷി പണിക്കായി രാവിലെ പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും. അവരെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പനെ വന്ന് അറിയിക്കണം മക്കളെ എന്ന് പറഞ്ഞിട്ട് അപ്പം പോകും. അവരും ഓടിച്ചാടി നടക്കുന്ന സമയമില്ല, അവിടെ കിടന്ന് കരഞ്ഞ് വിഭിഷ്ടപ്പെട്ടിരുന്നാലും അവർ ശ്രദ്ധിക്കും, അവർ കളിച്ചങ്ങ് പോകും. ഞാൻ എൻ്റെ ചേച്ചിയെ വിളിക്കും, എൻ്റെ അമ്മയെന്ന് പറയാൻ എൻ്റെ ചേച്ചിയാണെന്ന്. എൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ഓടി വന്ന് ചേർത്ത് പിടിക്കും. വിഷമിക്കണ്ട, ചേച്ചി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ഒരു കാലഘട്ടം മൊത്തം ജീവിതത്തിൻ്റെ കണ്ണുനീര് മാത്രമായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ എല്ലാവരും പോകുമ്പോൾ ബാഗൊക്കെ ഇട്ട് പോകണമെന്ന് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് കണ്ണുനീരോടെ നോക്കി നിൽക്കില്ല. മറ്റൊന്നും എനിക്ക് കഴിച്ചിട്ടില്ല. പിന്നെ അപ്പൻ പണിക്ക് പോയിച്ച് വരുമ്പോൾ മോൻ വിഷമിക്കണ്ട, അപ്പനുണ്ടല്ലോ, അപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഓളം തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഞാൻ അപ്പൻ്റെ കവിളിത്തടങ്ങൾ കൂടെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെൻ്റെ കുഞ്ഞു തുടയിലേക്ക് വീഴുമ്പോൾ ഞാൻ കുനിഞ്ഞു നോക്കുപ്പാ കരയണം. അല്ല, വിയർപ്പാ മോനെ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഹൃദയം പൊട്ടുന്നത് ഞാൻ അപ്പൻ്റെ തോളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം സർവശക്തനായ ദൈവം എന്നെ കണ്ടിരുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധം പിന്നീട് ഇപ്പോഴെനിക്ക് ഉണ്ട്. കാരണം പലപ്പോഴും സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരും അകറ്റിയിരുത്തും, പകരുന്ന അസുഖമാണെന്ന് പറയും. ഒറ്റയ്ക്ക് ഒരു മൂലക്കിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു നീറുന്ന അനുഭവം. അത് പിന്നെ 10ാം ക്ലാസ് ഒരു 7 വരെ ആയപ്പോൾ അതങ്ങ് ശീലിച്ചു. വിമിഷ്ടം TV അസുഖമുള്ളതുകൊണ്ട് അത് 7ാം ക്ലാസ് വരെ ആയപ്പോൾ അതങ്ങ് ശീലിച്ചു. മറ്റുള്ളവരൊന്നും എന്നോട് കൂടുതൽ സംസാരിക്കത്തില്ല. അഥവാ ഒന്ന് ചുമച്ചാൽ പോലും എല്ലാവരും അകറ്റി നിർത്തും. അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു ജീവിതം. പക്ഷേ എൻ്റെ സഹോദരി എനിക്ക് ഉച്ചയ്ക്ക് ചോറും ഒക്കെ ആയിട്ട് വരുമ്പോൾ പ്രതീക്ഷയോടെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചി കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വാരി തന്നിട്ട് അവൻ വിഷമിക്കണ്ട, ചേച്ചി ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്നെ മുഖമൊക്കെ കഴുകി സ്കൂളിലിരുത്തും. ചേച്ചി വരാൻ ഇടയ്ക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഓടിപ്പോകും. ജീവിതത്തിൽ എൻ്റെ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്ന എൻ്റെ ചേച്ചി. എന്നെ കുളിപ്പിക്കുകയും എന്നെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തത് എൻ്റെ ചേച്ചിയായിരുന്നു. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞു. 10ാം ക്ലാസ്സിലൊക്കെ ആയി. 10ാം ക്ലാസ്സോടുകൂടെ പഠിക്കാൻ മണ്ടനായിരുന്നു. എല്ലാവരെയും പഠിക്കാൻ മണ്ടനായത് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ നിരാശയും വേദനയും, പഠിക്കാൻ തോന്നുകയില്ല. നീർന്ന് എന്നും കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. ചേച്ചി എന്നെ ചേർത്ത് പിടിക്കും. ആ ചേച്ചിയുടെ മാറോട് ചേർത്ത് കിടന്നാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പം അത് കാരണം പഠിക്കാനുള്ള മനസ്ഥിതി എനിക്കുണ്ടായിട്ടില്ല. എല്ലാവരും അകറ്റുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനോടുള്ള സ്നേഹം എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള ബോധം എനിക്ക്. പിന്നീട് 10ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് വിട്ടു, അതെല്ലാം മാറി. പിന്നൊരു കൃഷ്ണഭക്തനായി തീരുകയായിരുന്നു. പാടാൻ അറിയാം, പാടാൻ കഴിയും, എനിക്ക് നല്ലതായിട്ട് പാടാൻ അറിയും. നാടൻ പാട്ടുകളും പാട്ടും കലാഫീൽഡിലൊക്കെ എനിക്ക് വലിയ ഇഷ്ടങ്ങളാണ്. അപ്പോൾ പാട്ട് പാടുമായിരുന്നു. ഭാഗവതം വായിക്കാൻ, അതായത് ക്ഷേത്രങ്ങൾ സപ്താഹത്തിന് വായിക്കണമെന്ന് പറഞ്ഞാൽ 3 രാഗത്തിൽ 3 സമയങ്ങൾ കൊണ്ട് നമ്മൾ പാടും. അതിനൊക്കെ എനിക്കറിയുമായിരുന്നു, അത് പഠിച്ചായിരുന്നു. ക്ഷേത്രങ്ങളിൽ സപ്താഹത്തിന് വായിക്കാൻ കടന്നു പോകും. പക്ഷേ ഇടയ്ക്കൊന്ന് ചുമയ്ക്കുമ്പോഴൊക്കെ മാറി ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇടയ്ക്ക് പോയി ചുമയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ തന്നത് എൻ്റെ ദൈവമാണ്. കാരണം
ഞാൻ അവനെ തേടി ചെന്നില്ല, എൻ്റെ കർത്താവ് എന്നെ തേടി വന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഹോദരനും കുടുംബവും എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പനൊക്കെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് വിമിഷ്ടമുള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ ജ്യേഷ്ഠൻ്റെയൊക്കെ കൂടെ അറിഞ്ഞെന്ന് ജ്യേഷ്ഠത്തി എന്നെ കാണുമ്പോൾ അവജ്ഞയോടെ കുത്തുവാക്ക് പറയും, ചുമ്മാതിരുന്ന് തിന്നാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടി. ഞാൻ എൻ്റെ ചേട്ടത്തി ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് കുത്തുവാക്കുകൾ പറയുമായി, ചുമ്മാ പണി ചെയ്യാതെ വന്ന് തിന്നാൻ വേണ്ടി വന്ന ജോലി ചെയ്യരുതോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുത്തുവാക്കുകൾ പറയുമായി. ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടെ വിശപ്പ് കാരണം അതങ്ങ് ഭക്ഷിക്കും. അവർ പറയുന്നതെല്ലാം സഹിച്ച് കേട്ടുകൊണ്ട് ഭക്ഷിക്കും. അപ്പൻ എന്നെ ഇങ്ങനെ വേദനയോട് നോക്കും. അപ്പൻ എന്നാലും വയ്യാതായിരുന്നു, എന്നെ ഇങ്ങനെ നോക്കും. ഒരു ദിവസം ഞാനിതുപോലെ റോഡിലേക്ക് ഒന്ന് പോയിട്ട് തിരികെ വന്നപ്പോൾ ഉച്ചയായ സമയത്ത് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ എന്തെങ്കിലും കഴിക്കുക, നീ ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ടപ്പ, എനിക്ക് വിശക്കുന്നില്ല എന്ന് അപ്പനോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, മോൻ എന്തെങ്കിലും കഴിക്കുക, അപ്പന് നിന്നെ മനസ്സിലാകും. അപ്പൻ്റെ ആ മനസ്സ് എനിക്ക് കാണുവാൻ തക്ക ഉണ്ട്. ഒരു മകൻ വിശക്കുമ്പോൾ അപ്പൻ ഒരിക്കലും സഹിക്കത്തില്ല. അപ്പൻ എന്നോട് പറഞ്ഞു, മോൻ എന്തെങ്കിലും കഴിയും. വേണ്ടപ്പ എന്ന് പറഞ്ഞു അപ്പൻ്റെ കൈ പിടിച്ചു, എൻ്റെ കൈ പിടിച്ചു വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു കൊടുക്കുക എന്ന് പറയുന്നു. അമ്മ എനിക്കൊരു ഇച്ചിരി ചോറ് വിളമ്പി തന്നു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനും കണ്ടില്ല ഞാനിരുന്ന് കഴിക്കാൻ വന്നത്. അപ്പനോട് ജ്യേഷ്ഠൻ വന്നിച്ച് പറഞ്ഞു, അപ്പ അപ്പനും അമ്മയ്ക്കും വേണമെങ്കിൽ ഞാൻ ചെലവിന് തരാം, അവന് ചെലവിന് തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ജ്യേഷ്ഠത്തിൽ പറയിപ്പിച്ചതാണ് അതെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഉരുള ചോറ് വായിലേക്ക് വെക്കാൻ വരുമ്പോൾ എനിക്ക് അവന് ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയെ ഞാൻ. അപ്പൻ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. ഞാൻ ആ ചോറ് അതുപോലെ അവിടെ ഇട്ടിട്ട് നിറകണ്ണോടെ ഞാൻ ചേട്ടൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇനി ഞാൻ വരുത്തില്ല, ചേട്ടൻ എന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ നിപ്പ് അങ്ങ് താഴ്ന്നു പോകുന്ന പോലെ ജ്യേഷ്ഠൻ തോന്നി. അല്ലാത്തൊരു മുഖത്തോടു കൂടെ ജ്യേഷ്ഠനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എടാ, ഞാൻ നീ വേദനിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. എനിക്കും എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും കൂടെ ചിലവ് തരാൻ പറ്റാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, എനിക്കതിനകത്ത് പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. അപ്പൻ ഉടനെ ജ്യേഷ്ഠനോട് പറഞ്ഞു, മോനെ നീ എനിക്കും തരണം, കാരണം എൻ്റെ മോനല്ലേ അവന് കൊടുക്കാത്തത് എനിക്ക് വേണ്ട, എനിക്ക് ഇറങ്ങത്തില്ല മോനെ. അപ്പൻ എൻ്റെ കൂടെ ഇറങ്ങി വരുവാൻ കൊണ്ടുണ്ടായി. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഹൃദയത്തിൽ ഭയങ്കര വേദന. അത് ആരോടൊന്ന് പറയണമെന്നറിയത്തില്ല. പലപ്പോഴും ഞാൻ ഓർത്തു, എന്തിനാണ് ഈ ജീവിതം എനിക്കിങ്ങനെ തന്നത്? ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്? ഈ വേദനകൾ തിന്നാൻ മാത്രമാണോ കർത്താവ് ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കാൻ തക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭാരമായിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ ഈ ഭൂമിയിലേക്ക് ഇട്ടത്? ഞാൻ ജനിച്ചപ്പോൾ തന്നെ എന്നെ കൊന്നു കളയരുതായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ചോദിക്കാൻ തക്കുന്നുണ്ടയാ. എൻ്റെ തലങ്ങണയും കട്ടിലും ഒക്കെ, എൻ്റെ തലങ്ങണയും പായും ഒക്കെ നനയും തക്കുന്നുണ്ട്. ഒറ്റ ദിവസം പോലും നിറകണ്ണുകളോടെ അല്ലാതെ വീട്ടിൻ്റെ അകത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ ചില സമയത്ത് ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ കാലിൻ്റെ ചോട്ടി വന്നിട്ട് അവൻ്റെ കാൽപ്പത്തിയിലേക്ക് ഇങ്ങനെ തലോടും, മോനെ എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയോടെ അപ്പം പലപ്പോഴും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഓർത്ത്, എന്തിനാണ് എല്ലാവർക്കും ഒരു ഭാരം? ആത്മഹത്യ ചെയ്താലും അതല്ലേ നല്ലത്. പക്ഷേ ഒരിക്കൽ ഞാൻ ഇച്ചിരി കയറും എടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുന്നത് പോലെ, മോനെ ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ടൊക്കെ. അതവിടെ ഇട്ടിട്ട് ദൈവമേ മരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ നടക്കുവാൻ തക്കൊണ്ടേ. അപ്പോൾ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ
എന്നാ നിരാശ ഹൃദയത്തിൽ വല്ലാണ്ട് അങ്ങ് പിടിമുറുക്കുന്നൊരവസ്ഥ. എന്നെ പറ്റി മറ്റുള്ളവർ പറയാൻ തുടങ്ങി. നാം നടന്ന ഫലവുമില്ല, നായിക്കിരിക്കാൻ നേരമില്ല. എന്നോട് എൻ്റെ കേക്ക് പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ പറയും അവനെ പോലെ ആകരുത്, അവൻ്റെ ഇടയ്ക്ക് ചെല്ലരുത്, രോഗിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്ന അനുഭവത്തിൽ നീറുന്ന വേദനയായിട്ട് ഒറ്റയ്ക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് മാത്രമേ ഞാൻ നടക്കാറുണ്ട് ജീവിതത്തിൽ. പലപ്പോഴും ഒറ്റയ്ക്ക് മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ഒരു കൂട്ടുകാർ പോലും എന്നോട് കൂടെ ഇല്ല. പിന്നെ ദൈവം തന്നതുപോലെ എനിക്കൊരു കൂട്ടുകാരൻ ദൈവം എനിക്ക് തരുവാൻ തക്കവണ്ണമുണ്ടായി. ചക്കളത്തുള്ള സജി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ. അവൻ സുഹൃത്തിനിടയ്ക്ക് വന്നിച്ച്, നീ വിഷമിക്കണ്ട, ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്, വിഷമിക്കണ്ട, എല്ലാരും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നിടത്തെല്ലാം എന്നെ കൊണ്ടുപോകും. അഥവാ എനിക്ക് വിമിഷ്ടമോ വല്ലതും വരികയാണെങ്കിൽ അദ്ദേഹം എന്നെ ഒരിടത്ത് തിരിച്ചിട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് തമാശ പറഞ്ഞു എന്നെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അസുഖത്തിനൊരു ചെറിയ മാറ്റം ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ചുമ്മാ നടക്കാം എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് പോകുമായിരുന്നു. എനിക്ക് ദൈവം തന്ന ഒരു സുഹൃത്ത് എന്ന് വേണം പറയാൻ. അദ്ദേഹവുമായിട്ട് പലയിടങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയുണ്ട്. ആ ഓട്ടോയിൽ എന്നെയും കയറ്റിയിരുത്തും, ഫ്രണ്ടിൽ കയറ്റിയിരുത്തിയിട്ട് എന്നെ കൊണ്ട് അങ്ങനെയാണ് ഞാൻ സന്തോഷം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണമാണ്. പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അന്നത്തെ വിശ്വാസപ്രകാരം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഏകനായിരിക്കാനാണെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചത് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ വിട്ടുപോയപ്പോൾ ആദ്യം ഞാൻ തകർന്നു. ഉണ്ടായിരുന്ന സ്നേഹം കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. കാരണം എൻ്റെ അപ്പൻ എൻ്റെ എല്ലാമായിരുന്നു. ആ അപ്പനോട് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ഞാൻ കരുതി. ഞാൻ മരണക്കിടക്കയിൽ വെച്ച് അപ്പൻ എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എൻ്റെ മനസ്സും എൻ്റെ പ്രാർത്ഥനയും നിന്നോട് കൂടെ ഉണ്ടാകും, നീ ഒരിക്കലും വിഷമിക്കത്തില്ല മോനെ, മോൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ കൈ കിടന്ന് തന്നെയാണ് അപ്പം മരിച്ചത്. പക്ഷേ അപ്പനും മരിച്ചു കഴിഞ്ഞപ്പോ 1 വർഷം എടുത്തു എനിക്കൊന്ന് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതൊന്നും മാറാൻ, ആ വേദനയൊന്നും മാറാൻ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സുഹൃത്തും എൻ്റെ സ്നേഹിതനും എൻ്റെ അപ്പൻ എല്ലാം എൻ്റെ അപ്പനായിരുന്നു. അമ്മയായിട്ട് ഞാൻ അത്ര ഇതില്ല, പക്ഷെ എൻ്റെ അപ്പനായിരുന്നു എൻ്റെ എല്ലാം. അപ്പൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ തകർന്നു എന്ന്, ഇനി ഒരിക്കലും ജീവിതമില്ല എന്ന് വരെ നിരാശപ്പെട്ടു കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു ഭ്രാന്തനെ പോലെ ആകുന്ന അവസ്ഥയിൽ എൻ്റെ സുഹൃത്ത് കടന്നു, വാ നീ ഇവിടെ ഇരിക്കേണ്ട വാ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് പയ്യ. ആഹാരം കഴിച്ചിട്ട് ആഴ്ചകളും ഒക്കെ നല്ല രീതിയിൽ ആഹാരം കഴിക്കത്തില്ല. ആഹാരം കഴിക്കാതെ വന്നിപ്പോ ശരീരത്തിന് ബലക്കുറവ്, വിമിഷ്ടത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. ഞാൻ തന്നെത്താനെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും വീണാൽ 10 രൂപ പോലും ഇല്ലാത്തിരിക്കുന്ന കാലഘട്ടം. ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. പക്ഷേ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ വാ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് ചക്കുളത്ത് അവിടെ ആയിക്കഴിഞ്ഞപ്പോൾ തലവടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ചക്കുളം ആയപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ, വിയർത്ത് കുളിച്ച് ഞാൻ പറഞ്ഞ എനിക്ക് സ്റ്റെപ്പ് വെക്കാൻ വയ്യ, നീ വിഷമിക്കാതെ ഞാനുണ്ടല്ലോ. എന്നെ തോളത്ത് താങ്ങി തലവടി കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു തന്ന ഒരു നാരങ്ങ വെള്ളം എടുത്ത് തിരികെ വീട്ടിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ആ സുഹൃത്ത് അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം എനിക്ക് കൊണ്ടുവരുമായിരുന്നു. പൊതിയെടുത്ത് എല്ലാവരെയും പാർത്ത് എനിക്ക് വേണ്ടി ആഹാരം കൊടുത്തു. എൻ്റെ അപ്പൻ പോയപ്പോൾ എനിക്ക് വേണ്ടി ഏലിയാവിനെ പോറ്റിയ ദൈവം കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ എൻ്റെ സുഹൃത്ത് വഴി ഞാൻ വിശപ്പുകൾ മാറി ആഹാരം കഴിക്കാൻ പോയി. അവിടെ നിന്ന് അദ്ദേഹം ഒരു ഓട്ടോ എടുത്തു. അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ എന്നെയും അതൊക്കെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു. അദ്ദേഹം പിന്നെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി.
വീണ്ടും ഒരിക്കൽ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യം, നീ എല്ലാവർക്കും ഒരു ഭാരമായി എന്തിനാ? ഇദ്ദേഹം വെള്ളം അടിച്ചതിന് ശേഷം, ചാരായം കുടിച്ചതിന് ശേഷം നീ എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ ഭാരമായിട്ട് പോയി ചത്തുകൂടെ? വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കൂടം വെച്ച് ഇടിക്കുന്നത് പോലുള്ളൊരു വേദന, ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നും ഇന്ന് വരെയും ഞാൻ ആരോടും പറയാത്ത രഹസ്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. മനസ്സ് തകർന്നു പോയ അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ നടത്തിയത് വലിയ അത്ഭുതമായിട്ടാണ്. പിന്നീടുള്ള കാലഘട്ടം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നീ ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് രണ്ടും കൂടെ എവിടെങ്കിലും ഒരു ജോലിക്ക് പോകാമെന്ന്. അങ്ങനെ മൈസൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾ ജോലിക്ക് പോകാൻ തക്കണൂടെ അവിടെ തേയില ഫാക്ടറി ജോലിക്ക് പോകാൻ കൊണ്ടുപോയി കൂട്ടുകാരൻ ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മരം നിങ്ങൾ വെട്ടണം, രാത്രിയിലാണ് നമുക്ക് ജോലി എന്ന് പറയാതെ കൊണ്ടൂടെ. അവിടെ ചെന്ന് ഈ മരം എന്താണെന്ന് അറിഞ്ഞത് പിന്നീടാണ്. ചന്ദനം വെട്ടാൻ, രാത്രിയുടെ യാമത്തിൽ ചന്ദനം വെട്ടാൻ കടന്നു. പലപ്പോഴും മരണത്തിൽ നിന്നൊക്കെ നൂൽബന്ധത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ ഓർത്തു, ഏതായാലും ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭാരമായി ജീവിച്ചതിന് കാണുന്നപ്പുറമായി പകല് വീട്ടിലടിക്കും, രാത്രി ചന്ദനം വിട്ടാക്കും. പല ബ്രിട്ടീഷുകാരുടെ കൂടി ഒക്കെ പോകാൻ തക്കവണ്ണം പലപ്പോഴും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൊലക്കാരനായി പോയിട്ടുണ്ട്. തുടങ്ങി. അതിനുശേഷം ഒത്തിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്തു. വിശദീകരിച്ച് പാസിന് പറയാവുന്നതെല്ലാം പറയാൻ പറ്റുന്നതൊക്കെ വിശദീകരിച്ച് പറയാം, കുഴപ്പമില്ലാത്തതൊക്കെ. മദ്യം വിൽക്കാൻ കടന്നു പോകുമ്പോ ട്യൂബിനകത്ത്, എൻ്റെ അരയിൽ സൈക്കിൾ ട്യൂബിനകത്ത് അരയിൽ കിട്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. കൂടാതെ മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ വിൽപ്പനക്കാരനായി പോവാൻ തക്കണം. ഇതെല്ലാം കാരണമായി തീർന്നത് ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ജീവിതത്തിൽ ഒരു പച്ച പിടിക്കണം, എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങ് ചെന്ന് കയറുന്നു. പക്ഷെ പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ പെടുന്ന പാട് പിന്നീട് ഞാൻ ഓർക്കുന്നുണ്ട്. പലപ്പോഴും എന്നെ എൻ്റെ കൂട്ടുകാരാണ് പല ചതിയിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയി വെളിയാടി ആക്കിയിട്ടുണ്ട്. എന്റെ ഉറ്റ സുഹൃത്ത് അപ്പോഴും പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് പിന്നെ ഇങ്ങനെ ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഞാൻ എന്തിനെങ്കിലും, ആർക്കെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനമാകട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കും? അപ്പൊ എന്നോട് പറഞ്ഞു, ഇതല്ല നിന്റെ ജീവിതം, ഇതിനപ്പുറമായി നല്ലൊരു ജീവിതം നിനക്കുണ്ട്, നല്ലൊരു കുടുംബമായി ജീവിക്കാനുള്ള ഇതെല്ലാം ദൈവം നിനക്ക് തരും എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനപ്പോ പറയുന്നൊരു കാര്യം, ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമില്ല, അങ്ങനെ ഒരു ഇതില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ എല്ലാവരും ഒറ്റപ്പെടുത്തുവോ? എന്നെ ദൈവം ഇങ്ങനെ ഒറ്റപ്പെടുത്തത്തില്ലായിരുന്നു, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തത്തില്ലായിരുന്നു, ഞാനൊരു യോഗിയായി തീരത്തില്ലായിരുന്നു, നിരാശയുടെ പടുകുഴിയിലേക്ക് ഞാൻ വീഴുകയില്ലായിരുന്നു, എൻ്റെ അപ്പനെ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ദൈവമാണ്. ഈ ദൈവം എന്തൊരു ദൈവമാണെന്ന് ഞാൻ ചോദിക്കാൻ തക്കണം ഇടയാൻ. പക്ഷേ പിന്നീട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് 4 വീലർ പഠിക്കുവാൻ തക്കണം ഇടയായി. 4 വീലർ പഠിച്ചതിന് ശേഷം ജോലിക്കായി കടന്നുപോയി. ഒരു മാർജിൻ ഫ്രീയിൽ എനിക്കൊരു ജോലി കിട്ടി, അവിടുത്തെ വണ്ടി ഓടി. എന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും തയ്യാറായി തന്നെ നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു. അല്ലാത്ത അനുഭവങ്ങളിൽ കൂടെ ഒരു ഒരു ഭ്രാന്തനെ പോലെ എന്തും പിടിച്ചടക്കണം. സമ്പത്താണെല്ലാം, പൈസയാണെല്ലാം എന്നുള്ള, പൈസ ഉണ്ടെങ്കിൽ ഒരു മാന്യതയുണ്ട്, കാശുണ്ടെങ്കിൽ നിനക്ക് ദേശത്തൊരു മാന്യതയുണ്ടെന്ന് എൻ്റെ മനസ്സുകൊണ്ട് എന്നോട് തന്നെ പറയും. പക്ഷേ ഞാൻ എന്തിനും തയ്യാറായി തന്നെയാണ്. പക്ഷേ ആ മാർജിൻ ഫ്രീയിൽ ജോലിക്ക് പോയപ്പോൾ ഒരു ആക്സിഡന്റ് എനിക്കുണ്ടാവാൻ തക്കണമിടയായി. കൈ ഒടിഞ്ഞ് കാലും പൊട്ടലുണ്ടായി. എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. വീട്ടിലിരുന്നതിന് ശേഷം മാർജിൻ ഫ്രീയിലെ മേഡം പറഞ്ഞു, നീ ഇവിടെ വന്നിരുന്നാൽ മതി, കാരണം വെച്ചാൽ ഞാൻ ഓളിനോളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമായി.
അതിൽ അവർ പറഞ്ഞു, നീ ഇവിടെ വന്നിരുന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നീ ഒന്നും ചെയ്യണ്ട, ഇവിടെ വന്നിരുന്നാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ വെച്ചൊരു പെൺകുട്ടി വന്നു. അപ്പൊ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിന്റെ പെണ്ണ്, ഇതാണ് നിന്റെ പെണ്ണ് എന്ന് എന്റെ മനസ്സുകൊണ്ട് പറയുന്നത്. ഞാനൊന്നും ചോദിച്ചു. അന്ന് എനിക്ക് ധൈര്യമുണ്ട്. ഈ നാണം കെട്ടൊക്കെ അനുഭവിച്ചത് കാരണം മറ്റേ ആരോടും എന്തും ചോദിക്കുന്നത് നാണക്കേട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എപ്പോഴും നാണം കെട്ട് തലകുരിച്ച് നിന്നവന് അതൊക്കെ അത് ശീലമായിട്ട് ഞാൻ നേരിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അപ്പനും അമ്മയും സഹോദരങ്ങളും മാതാവും ഒക്കെ ഉണ്ട്, അവരോട് ചോദിക്കാം. അങ്ങനെ അവിടെ നമ്പർ മേടിച്ച് ഞാൻ അവർ അപ്പനോട് വിളിക്കുകയും അവരങ്ങ് കടഞ്ഞ് അങ്ങോട്ട് ഭവനത്തിലേക്ക് ചെല്ലാൻ പറയുകയൊക്കെ ചെയ്തു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. വിവാഹം പെട്ടെന്ന് നടക്കുവാൻ തോന്നി. വിവാഹം ഒരു ഹിന്ദി രീതിയിലാണ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ പെൺകുട്ടി ഒരു വിശ്വാസിയായി. ഞാൻ പറഞ്ഞു വന്നത്, ജാതികളോട് കൂടെ ഇണയില്ലാപ്പിണ കൂടരുതെന്ന് തിരുവചനത്തിൽ. പക്ഷേ എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ ഇറങ്ങി വന്ന് ഓർക്കും. എത്ര സ്തുതിച്ചാലും മതിയാ. കർത്താവിന്റെ സ്നേഹമാണ് തരുന്നത്, അല്ലാതെ ഞാൻ തേടിച്ചെന്നത്. ആ കർത്താവ് എന്റെ വിവാഹമൊക്കെ എന്റെ ഇഷ്ടപ്രകാരം നടത്തി തന്നു, എല്ലാം നടന്നു. പക്ഷെ ഞാൻ അപ്പോ ഇവൾ ഈ വിശ്വാസിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നോട് കൂടെ, എന്റെ വിശ്വാസം എന്നോട് കൂടെ ഇരിക്കട്ടെ. നിന്റെ വിശ്വാസത്തിൽ ഞാൻ തടസ്സത്തിനും വരുന്നു, എന്റെ വിശ്വാസത്തിൽ നീ ഒരു തടസ്സത്തിന് വരരുത് എന്ന് പറയുവാൻ തക്കവണ്ണമിടയാണ്. ഞാനും അമ്മയും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാര്യ വേദനയോടെ ഞങ്ങൾ നോക്കി. അതിനുശേഷം മുറിയിലേക്ക് കയറിപ്പോ ഞാൻ ഓട്ടോയും ഓടിച്ച്, അപ്പൊ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഓട്ടോ മേടിച്ചു, ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ഓട്ടോ ഓടിച്ചിട്ട് വരുമ്പോൾ ഷാപ്പിൽ ഓട്ടോ, എനിക്ക് നല്ല രീതിയിൽ ഷാപ്പിൽ ഓട്ടോ ഉണ്ടായിരുന്നു. വൈകിട്ട് പണി കഴിഞ്ഞ് വരുന്നവരെ ഈരറ്റുപുറത്ത് ഷാപ്പിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് 5-10 പേരുണ്ട്. അവരെല്ലാം ഷാപ്പിലാക്കിയതിന് ശേഷം അവസാനം ഞാനും ആ ഷാപ്പിൽ കയറി. നാടൻ പാട്ട് പാടുന്നത് കൊണ്ട് ഒരു കള്ളിയിലിരുന്ന് ഞാൻ പാട്ട് പാടുമ്പോൾ അടുത്ത കള്ളികളിൽ നിന്നൊക്കെ, റൂമിൽ നിന്നൊക്കെ കള്ളും കുപ്പിയുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് കപ്പയും മീനും വറുത്ത മീനും ഒക്കെ ആയിട്ട് ഓരോരുത്തർ സ്പോൺസർ ചെയ്തുകൊണ്ട് കണ്ടു. ഇതെല്ലാം കുടിച്ചതിന് ശേഷം എല്ലാവരെയും ആക്കിയതിന് ശേഷം അവസാനം ഞാൻ ഷാപ്പിൽ വന്ന ഒരു അച്ചാനെ എടുത്തുകൊണ്ട് അവർ വീട്ടിൽ പോകണം. അപ്പോ അദ്ദേഹത്തെയും കൊണ്ട് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരെ ലക്കില്ലാതാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് വണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്കും അറിഞ്ഞടിച്ചു. എൻ്റെ ഭാര്യ പല രാത്രികളും ഭാരത്തോടെ കണ്ണുനീരോടെ ആയിരുന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തിന് ഒരു മനസ്സാധനം കൊടുക്കണമേ, മനസ്സാധനം. രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ പറയും, നീ എന്തെങ്കിലും കഴിച്ച് കിടന്നോണം, എന്നെ നോക്കരുത്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി 7:21 ഊസിക്കാൻ തുടങ്ങി. ഞാൻ വരുമ്പോൾ അവിടെ മുഖത്തൊരു ക്ഷീണമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നീ പിന്നെ കഴിച്ചു എന്നവൾ പറയും. പക്ഷെ എനിക്ക് വേണ്ടി ഊസിക്കുകയും രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും എൻ്റെ കൂട്ടാസ് ജെസി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് എവിടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം നീ വെക്കൂ, പക്ഷെ എന്നെ വിളിക്കരുത് എന്ന് പറയുവാൻ കൊണ്ടുകൊണ്ടാണ്. നിരണം സോമൻ എന്ന് പറയുന്ന കൃഷ്ണദാസന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മ. ഞാനൊരിക്കൽ എൻ്റെ ഭാര്യ അവിടെ കൊണ്ടുവിട്ടിട്ട് അതുവഴി പോകുമ്പോൾ ആ ആന്റി എന്നോട് ചോദിച്ചു, സുഖം കയറുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതുകൂടാതെ നേരത്തെയൊക്കെ നെടുമ്പറം ഗോസ്ബൽ സെന്ററിൽ, അതായത് KC ജോൺ പാസ്റ്റർ സഭയിലേക്ക് എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒത്തിരി ആൾക്കാർ ചർച്ചിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ ഞാൻ അനാവശ്യം പറയുകയും തെറി പറയുകയും അവരെയൊക്കെ ഞാൻ കളിയാക്കുകയും പാസ്റ്റർമാരെ കയറി ചെന്ന് വഴക്കുണ്ടാക്കി അവരെ അടിക്കാനും ഇടിക്കാനും ഒക്കെ ചെല്ലുമായിരുന്നു. അങ്ങനൊരു പശ്ചാത്തലം എനിക്കുണ്ട്. കാരണം ഞാൻ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു അനുഭവം എനിക്ക് ഇഷ്ടമേ ഉള്ള കാര്യമല്ലായിരുന്നു. ഇവർ മതപരിവർത്തനക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും അവരോട് ചൂടാകുമായിരുന്നു. കാരണം ഈ ദേശത്ത്, ഞങ്ങളുടെ നിരണം ദേശത്ത് RSSന്റെ ഏരിയ കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു, രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ഒരംഗമായിരുന്നു. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്നത് ഇവർ മതപരിവർത്തനക്കാർ. അപ്പൊ ഈ മതപരിവർത്തനക്കാരെ എനിക്കൊരിക്കലും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ ആന്റിയോട് പറഞ്ഞു, ഒരിക്കൽ സുഗു ഈ സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു അനുഭവം വരുമെന്ന്.
ഞാൻ പറഞ്ഞു ഓ ആട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കിയിട്ടും അപ്പോഴും എന്റെ വായിൽ മുറുക്കാനുണ്ട്. മുറുക്കാനൊക്കെ മുറുക്കിയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, എനിക്ക് ഒരു തലമുറയുണ്ടായി. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതിനു ശേഷം അത് അബോർഷൻ ആയിപ്പോയി. തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗംഗ എന്ന് പറയുന്ന ഡോക്ടർ ജിസിയെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തതിനു ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ല. ആദ്യമായും മനസ്സുകൊണ്ട് തകർന്നു പോയൊരനുഭവം. ജീവിതത്തിൽ ഒരു തലമുറ, നമ്മുടെ ഒരു ജീവിതത്തില് ഒരു മാതാപിതാക്കൾക്ക് ഒരു തലമുറ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം വേറെയിപ്പോയി. ഇല്ല എങ്കിൽ ഒരു നിരാശ ഭയങ്കരമായി കാർന്നു പിടിക്കും. ഒരു തലമുറ ഇല്ല എന്ന് പറയും. ഒരു പെണ്ണിന്റെ ജീവിതത്തില് അവൾക്കൊരു കുഞ്ഞ്, ആ സഹോദരിക്ക് ഒരു കുഞ്ഞാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പൂർണ്ണത. അപ്പം അതില്ല എന്ന് അറിഞ്ഞപ്പോ എന്റെ ഭാര്യ പൊട്ടിക്കരയുവാൻ തക്കവണ്ണം ആരോടും പറയാതെ ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നീടുള്ള നിമിഷങ്ങളൊക്കെ നിരാശയുടെ അനുഭവമായി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പറയുകയും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞു, നീ ജെസ്സിയോട് പറഞ്ഞു, ജെസ്സി നീ വിഷമിക്കേണ്ട, നമുക്കൊരു തലമുറയില്ലേ, ഞാനുണ്ടല്ലോ നിട്ടുകൂടെ എന്ന് പറയുവാൻ തക്കവണ്ണൂടെ ഇതെന്റെ അമ്മ എങ്ങനെയോ അറിയുവാൻ തക്കവണ്ണൂടെ എന്റെ ഭാര്യ മച്ചിയാണെന്നും പറഞ്ഞു എന്റെ അമ്മ പ്രശ്നങ്ങൾ തുടങ്ങി. എന്റെ അമ്മ ജെസ്സിയെ മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ എന്റെ ഭാര്യയുടെ തലമുടിയൊക്കെ ഇച്ചിരി നരയാണ്. അപ്പോ ഇവൾ പ്രായമുള്ളവളാണ്, ഇവള് മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ തുടങ്ങി. എന്റെ ഭാര്യ കടന്നു പോകുന്നിടത്ത് എണ്ണ ഒഴിച്ചിടാൻ തുടങ്ങി. നമ്മൾ മറിഞ്ഞു വീണ നടുവൊക്കെ ഒഴിയാനും. പലപ്പോഴും ഒരു ദിവസം ഞാനിത് നേരിൽ കാണുമെന്നൊക്കെ ഉണ്ട്. എന്റെ അമ്മ വെളിച്ചെണ്ണയും കൊണ്ട് പോയിട്ട് അവൾ പോകുന്ന സ്റ്റെപ്പിന് അവിടെ കൊണ്ടുവച്ചിട്ട് അമ്മ മുറ്റത്ത് നിന്നുണ്ട് എന്റെ ഭാര്യയോടുണ്ട്, ജെസ്സി എനിക്ക് ഇച്ചിരി വെള്ളം ഇങ്ങോട്ടുണ്ട് കുടിക്കാൻ. ജെസ്സി വെള്ളവും എടുത്തുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ജെസ്സി നീ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കരുത് എന്താന്ന് ചോദിച്ചുകൊണ്ട് അവൾ നിൽക്കുന്നതാണ്. ഞാൻ അമ്മയെ ഒന്ന് നോക്കിയതിനു ശേഷം അമ്മ ഈ കാണിച്ചില്ല, ഞാനെന്തോ കാണിച്ചു എന്ന് ചോദിച്ച് എന്റെ അമ്മ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട അമ്മയുടെ മകനല്ലേ ഞാൻ, എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുമ്പോ ഈ അമ്മ ഇതാരെ വിളിച്ചു ചെയ്യണ്ട. അപ്പോ അമ്മ പറഞ്ഞു, ഞാനൊന്നും ഒഴിച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കണ്ടല്ലോ അമ്മ ഒഴിക്കുന്നത്. അതിനുശേഷം അമ്മ പ്രശ്നങ്ങൾ തുടങ്ങി. എന്റെ ജ്യേഷ്ഠനുമായി ഒത്ത് എന്റെ ഭാര്യയെ അനാവശ്യങ്ങൾ പറയുവാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ നിരാശ കൊണ്ട് പറഞ്ഞു, ഏട്ടായി വേറൊരു വിവാഹം കഴിക്കും. ഞാൻ പ്രശ്നം ഉണ്ടാക്കി, ഞാൻ തന്നെ വഴക്കുണ്ടാക്കി, ഞാൻ തന്നെ പൊക്കോളാം. ഏട്ടായി വേറൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്ന തലമുറ അമ്മ അതിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ചേട്ടായി ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ദൈവമാണ് നിന്നെ എനിക്ക് തന്നു. നമ്മൾ പിരിയുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ച്, മരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച്, ജീവിക്കുന്നെങ്കിലും ഒന്നിച്ച്. അതിൽ കൂടുതൽ എന്നെ വിട്ടു പിരിയാൻ എനിക്ക് പറ്റത്തില്ല. ദൈവമാണ് നിന്നെ എനിക്ക് ആക്കുന്നത്. കാരണം എന്റെ നിരാശയുടെ അനുഭവത്തിൽ, ഞാൻ തകർന്നു പോകേണ്ട അനുഭവത്തിൽ ദൈവമായിട്ട് നിന്നെ എനിക്ക് തന്നു. ആ നിന്നെ ഞാൻ ഒരിക്കലും കളയത്തില്ല എന്ന് പറയാതെ പെട്ടെ എന്റെ ഭാര്യ ഒത്തിരി കരഞ്ഞു. എന്തിനാ ചേട്ടായിയോട് ഇങ്ങനെ വിഷമിക്കുന്നു, ഞാൻ കാരണം ചേട്ടായിയുടെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് പറയുവാൻ നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല. എന്റെ ഭാര്യ അന്ന് മുതൽ ഉപവാസവും പ്രാർത്ഥനയും ശക്തീകരിച്ചു. തലവടിയിൽ തോമസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ 40 ദിവസം ഉപവാസത്തോടു കൂടി ഇരിക്കുന്ന ദൈവദാസൻ 39ാമത്തെ ദിവസം ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഇടപെടുവാനിടയായി. ദർശനവും ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ വീടുമൊക്കെ തലവടിയിൽ നിന്ന് ഞങ്ങളുടെ അവിടെ വരണമെങ്കിൽ 3 കിലോമീറ്റർ ഉണ്ട്. ആ 3 കിലോമീറ്റർ ദൂരെ ഈ കർത്തൃദാസനും ഭാര്യയും കൂടെ കടന്നു വരുവാനിടയായി. അദ്ദേഹം വന്നിട്ട് രാവിലെ 6 മണിയായപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലമാണ് ദൈവം എന്നെ കാണിച്ചത്. അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ 4 വഴിക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞു, കർത്തൃദാസൻ പറഞ്ഞു, കാരണം ആ വീടാണ് എന്നെ ദൈവം കാണിച്ചത് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെടുത്ത് രാവിലെ കാപ്പിയും കുടിച്ച് പത്രം നോക്കിക്കൊണ്ടിരുന്ന എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചു, സഹോദര ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തോ വിരോധം? എന്റെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, പ്രാർത്ഥിച്ചോളാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ജെസ്സിയെ വിളിച്ച് അദ്ദേഹത്തിന് മുൻപ് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകാന്ന്. അപ്പൊ അദ്ദേഹം എന്റെ കൈ കയറി പിടിച്ചിട്ട്, ബ്രദർ പോകരുത്, ഇവിടെ നിൽക്കുക, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞ്, പാസ്റ്റർ പ്രാർത്ഥിച്ചു, എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹം ദേവദാസി എന്റെ ഭാര്യ ഉണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസിയാണ്, അവരോട് സംസാരിച്ചോളാം. ഇല്ല, ബ്രദറിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്.
എന്നിട്ട് അദ്ദേഹം കുറച്ച് നേരം ഇരുന്ന് സുവിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു ദുഃഖം ഞാൻ കാണുന്നുവല്ലോ എന്ന് പറയുവാൻ തെക്കോണം. ഞാൻ പറഞ്ഞു, എനിക്കൊരു ദുഃഖവുമില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇല്ല ബ്രദറെ, കള്ളം പറയണ്ട, ദൈവാത്മാവ് നല്ല രീതി എന്നെ അറിയിക്കുന്നു, ഒരു ദുഃഖം നല്ല രീതി എന്നെ അറിയിക്കുന്നു. മൂന്നാമത്തെ പ്രാവശ്യമായപ്പോ എന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണ്ട് പാസ്റ്ററെ, ഞങ്ങൾക്കൊരു തലമുറ ഇനി ഉണ്ടാകുകയില്ല, ഞങ്ങൾക്ക് ഇനി ഒരു തലമുറയെ കിട്ടുകയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ ഇങ്ങനെ. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, കർത്താവാകുന്നു യേശു. അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തലമുറയെ തരാൻ അവൻ ശക്തനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇച്ചിരി പ്രാർത്ഥിച്ചിട്ട് വെള്ളം കൊടുക്കുന്നതിന് വിരോധമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിന്? എന്റെ കിണറ്റിൽ വെള്ളം ഞാൻ കൊടുക്കുന്ന ഗ്ലാസ് പിന്നെ ഞാൻ ഇതിന് വിരോധിക്കാം, പ്രാർത്ഥിച്ചോ. അദ്ദേഹം ഗ്ലാസും വെള്ളം കൈ മേടിച്ചിട്ട് പറഞ്ഞു, കണ്ണുകൾ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോ അപ്പോ എനിക്ക് തോന്നി ഇദ്ദേഹം എന്തെങ്കിലും പൊടി അതിനകത്ത് ഇടാനാണല്ലോ എന്നുള്ള സംശയം എനിക്കുണ്ടായി. ഇദ്ദേഹം എന്തെങ്കിലും പൊടി അതിനകത്ത് ഇടുകയാണെങ്കിൽ അദ്ദേഹത്തെ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നു. അദ്ദേഹം ഞാൻ എന്നിട്ട് കണ്ണ് തുറന്ന് ഒരു കണ്ണുകൊണ്ട് പകുതി അടച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കുമെന്ന് അറിയാൻ. പക്ഷേ അദ്ദേഹം ആ വെള്ളത്തിലൊന്നും വിട്ടില്ല. അദ്ദേഹം പ്രാർത്ഥിച്ച് എന്റെ ഭാര്യയുടെ കയ്യിൽ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി, ഇത് കുടിക്കുക, ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോ സിസ്റ്റർ പ്രഗ്നന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകാൻ താല്പര്യം ഇവിടെയാ. പക്ഷേ ഞാൻ ഉടനെ അദ്ദേഹത്തെ കളിയാക്കിയാണ്. ഭാഗവതത്തിലേക്ക് അത്ഭുത ഫലങ്ങൾ കൊടുത്ത് 100 കുഞ്ഞുങ്ങളെയൊക്കെ സൃഷ്ടിച്ച അതേ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മുഖാന്തരം ഞാൻ പറഞ്ഞ ആട്ടെ, അദ്ദേഹത്തെ കളിയാക്കിയാണ് ഞാൻ ആട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുവാൻ തക്കോണം. 5 മാസങ്ങൾക്ക് ശേഷം എന്റെ അപ്പാപ്പൻ താമസിക്കുന്ന അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ അദ്ദേഹത്തിനും കൃഷിയാണ്. ഉച്ചയ്ക്ക് 12 മണിയായപ്പോ അദ്ദേഹം പാടത്ത് വളം വിതറിയിട്ട് കയറി വന്നു. കണ്ണിന് ഇരുട്ടാൻ ഒരു മൂർഖൻ ഇരപിടിച്ച് കിടന്ന് അദ്ദേഹം ആ മൂർഖന്റെ പുറത്ത് ഈ അപ്പാപ്പൻ ചവിട്ടുവാൻ കൊണ്ടുപോയി. ചവിട്ടി അത് ഇരയിൽ വിട്ടിട്ട് ഈ അപ്പാപ്പന്റെ കാലിൽ അത് 7 കടി കടിച്ചു. അപ്പാപ്പൻ അതുകൊണ്ട് കയറ് കെട്ടി ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞു, എന്നെ പാമ്പ് കടിച്ചെന്ന് തോന്നുന്നു. അദ്ദേഹം വന്ന് നോക്കുമ്പോ ആ വീട്ടുകാരൻ വന്ന് നിൽക്കുമ്പോ മൂർഖമാ പത്തി മിടർത്തി അവിടെ തന്നെ നിൽക്കുന്നു. ശ്രീധരനെ കടിച്ചത് പാമ്പാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ വീട്ടിൽ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിച്ച് തിരിച്ചിങ്ങോട്ട് റോഡോട്ട് ഇറങ്ങി. ഈ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് കാല് കെട്ടി പുള്ളിക്കാരൻ നടന്നാണ് പോയത്. കുറെ കുട്ടികൾ അവിടെ പന്ത് കളിച്ചുകൊണ്ട് നിന്ന് അവിടെ വന്ന് കുഴഞ്ഞു വീഴുവാന്നൊക്കെ. ആ കുഞ്ഞുങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എന്നെ കടിച്ചപ്പോ മൂർഖനാണെന്ന് മാത്രമേ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മരിക്കുവാൻ തക്കൊണ്ട് അവിടെ ഞങ്ങള് മരണത്തിന് എന്റെ ഓട്ടോയിൽ കട്ടറായ കട്ടിക്കൂടൊക്കെ അവിടെ യാത്ര ചെയ്ത് 3 ദിവസം അവിടെ താമസിക്കാൻ തക്കൊണ്ട് മടിയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടായി, എന്റെ അടിവയറ്റിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തലവടിയിൽ മറിയാമ്മ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഞങ്ങൾ കാണുവാൻ തക്കോണം ഇവിടെയാണ്. ആ മറിയാമ്മ ഡോക്ടറെ ചെന്ന് കണ്ട് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, മരുന്നെല്ലാം കുറിച്ച് തന്നതിന് ശേഷം പറഞ്ഞു, ഓക്കോളാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ ഓടിക്കാൻ തുടങ്ങിയെന്നെ അവർ ഓടി വന്നിട്ട് പറഞ്ഞു, പോകരുത്, നിങ്ങൾ കയ്യിൽ വരാം. വീണ്ടും അവർ പറഞ്ഞ് ഫാനെല്ലാം ഓഫാക്കിയിട്ട് ഇവിടെ വെട്ടിക്കിടത്തിയതിനു ശേഷം പരിശോധിക്കാൻ തക്കണം ഇവിടെയാണ്. അടിവയറിന്റെ അവിടെ എല്ലാം ഞെക്കി നോക്കിക്കൊണ്ട് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, തന്റെ ഭാര്യ 2 മാസം പ്രഗ്നന്റാണ്. ഞാൻ ഉടനെ പൊട്ടിച്ചിരിക്കാൻ തക്കണം ഇവിടെ. കാരണം അവർക്ക് പീരീഡ് കറക്റ്റ് ഡേറ്റ് നടക്കുന്നു. ഈ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു സിമ്പലുകളോ അവൾ കാണിച്ചു. മുഖത്തൊരു ക്ഷീണമോ ഛർദിലോ ഒന്നുമില്ലായിരുന്നു. അതെല്ലാവർക്കും ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എന്റെ ഭാര്യ അവർക്ക് കറക്റ്റ് പീരീഡ് നടക്കുക, കറക്റ്റ് ഡേറ്റ് 2 ദിവസമായിരുന്നു. ഉടനെ അവരെന്നോട് ചോദിച്ചു, താൻ എവിടെയെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്തു? ഞാൻ പറഞ്ഞു, പോയിരുന്നു. അവർക്കങ്ങ് കോപമായി എന്നോട് എന്നെ തല്ലാൻ വരുന്നത് പോലെ, ഈ സ്ത്രീയെ നിങ്ങൾ കൊല്ലാൻ തുടങ്ങുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്യുവാൻ അവർ കുറിച്ചു തന്നു. അതെല്ലാം ചെയ്തപ്പോ പ്രഗ്നന്റാണ്. പിന്നെ എനിക്ക് സംശയം തോന്നി, ഹെൽത്ത് സെന്ററിൽ ചെന്ന് നിശ്ചയം എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ചു വന്ന് യൂറിൻ, അതായത് വെളുപ്പിനത്തെ യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ 6 മണിയായപ്പോ കർത്തൃദാസൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരും. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കും. 2ാമത്തെ വരയിലേക്ക് ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ മുറ്റത്തേക്ക് ചുമ്മാ നോക്കിയപ്പോൾ ഈ ദേവദാസൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കയറി. ഞാൻ പെട്ടെന്ന് ഇത് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ അതിശയത്തോട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ പിണക്കാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
ഞാൻ പറഞ്ഞല്ല, എന്തിനു പിണങ്ങണം, ഞാൻ പിണങ്ങുന്നില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞു. എന്താ ഒരു വിഷമം പോരുന്നു? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അന്ന് പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഈ സിസ്റ്റർ പ്രഗ്നന്റ് ആയിരിക്കും, ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് കൊണ്ടുവന്ന ഈ സാധനം ഞാൻ പാസ്റ്ററെ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്ത് മേളിലേക്ക് ഉയർത്തി, പിതാവേ നിന്റെ കുഞ്ഞുങ്ങളെ നിന്ന് നീക്കി കൊടുത്തതിന് ആ സ്തോത്രം, കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ചു നേരം വചനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബലപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, വല്ലപ്പോഴൊക്കെ ആ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ ഒന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു പ്രാർത്ഥിച്ചതിന്. പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകണം തോന്നിയില്ല. കാരണം ഒരു ദിവസം ഞാൻ നീരേറ്റുപുറത്ത് ഓട്ടം കിടക്കുമ്പോൾ എന്റെ മനസ്സുകൊണ്ട് പറയാം, നീ അവിടെ പോകണം എന്നുള്ള ആ ഒരു മനസ്സിലങ്ങ് ഭയങ്കര പ്രേരണം. ഞാൻ ഓട്ടം കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ആ പാസ്റ്ററിന്റെ അവിടെ മരുന്ന് പോകാം. പക്ഷേ ഈ പെന്തക്കോസുകാർ ആരാധന എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ജാള്യതയും അവരെല്ലാം ഭയങ്കര കൈയടിയും ഒക്കെ ഇല്ലേ. അത് കാരണം ഞാൻ പറഞ്ഞു, നീ കയ്യിലിരിക്കണം, ഞാൻ നിന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ അവിടെ മാറി നിന്നോളാം, പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഭാര്യ അകത്ത് കയറിയപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, കയറി വരാൻ പറഞ്ഞു. ആരും കാണാൻ എന്നെ നീരേറ്റുപുറത്തൊക്കെ എന്നെ അറിയാവുന്നവരാണ് എല്ലാവരും. ഒരു വാതിലിന്റെ ഇടയ്ക്ക് കതകിന്റെ മറവിന് കയറി ഇരുന്നിട്ട് ആ പ്രാർത്ഥനയെ സംബന്ധിക്കൊള്ളു. ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ആരും എന്നെ കാണരുതെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പോകരുത്, വിളിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പോയതിനു ശേഷം അദ്ദേഹം ഞങ്ങളെ കുറച്ചു നേരം വചനങ്ങളൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണമുണ്ട്, അല്ല അത് സുനിശ്ചിതം നടക്കും മരണം. ആ മരണത്തെ വിടുവിക്കാൻ സർവശക്തനായ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവനിൽ നിങ്ങൾ പ്രത്യാശ നിങ്ങൾ അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവനൊരു നാളും നിങ്ങളെ കൈവിടത്തില്ല. ഈ മരണം ഉറപ്പാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, പാസ്റ്റർ ഞാനാണോ? ഞാൻ ആ വണ്ടിയിലേക്ക് പോകുന്നത്, വണ്ടി ഓടിക്കുന്നത് ഞാൻ, അതുകൊണ്ട് ഞാനാണെന്നുള്ള ഭയമായി. അതൊന്നും എനിക്കറിയത്തില്ല. ആ മരണം നടത്തിച്ചു. അപ്പോ എന്റെ ഭാര്യ 5-ാം മാസം സ്കാൻ ചെയ്തു. ജൂലൈ 7 പ്രസവ ഡേറ്റ് പറഞ്ഞു. അപ്പൊ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ജൂലൈ 7 കഴിയുമെന്നും, ഒന്ന് ജൂലൈ 7 കഴിയും, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും, ഈ ഡേറ്റ് വരത്തില്ലെന്ന്. അങ്ങനെ ജൂലൈ 5 ആയപ്പോ ബ്ലീഡിംഗ് ആയിട്ട് ഞങ്ങൾ തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ ഭാര്യയുമായി ഞങ്ങൾ കടന്നു. 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി. ജൂലൈ 7 പ്രസവ ഡേറ്റ് പറഞ്ഞു. 8 രാത്രി 9 മണിക്ക് എന്റെ ഭാര്യ മരണത്തിലേക്ക് വഴുതി വീഴും. ആരും അറിയുന്ന ഉറക്കമാണെന്ന്. 9 മണി ആയപ്പോ സിസ്റ്റർ മരുന്നുമായിട്ട് കടന്നു വന്ന് വിളിച്ചപ്പോ ജെസ്സിക്ക് അനക്കം വരും. പെട്ടെന്ന് തന്നെ അവര് സ്ട്രെച്ചറെ എന്റെ ഭാര്യ കൊണ്ട് ലേബർ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് പരിശോധിച്ചു. അപ്പം ഗംഗ ഡോക്ടറിനെ ഒരു സർജൻ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോ ഹാർട്ട് ബീറ്റ് ഇല്ല. ഉടനെ തന്നെ സർജൻ ഡോക്ടർ ഈ ഗൈനക്കോളജിസ്റ്റായ ഗംഗ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിന്റെ പേഷ്യന്റിനെ സീരിയസ് ആണ്. ഉടനെ അവര് ഈ ഡോക്ടറോട് പറയുന്നു, അവരെ ഇങ്ങോട്ടെങ്കിലും റെഫർ ചെയ്തേക്ക് എന്ന് പറയും. അപ്പോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ ഡോക്ടറിന് 1500, അവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടിന് 500, കമ്പൗണ്ടർമാർക്ക് 200 വെച്ച് എല്ലാം കൊടുത്തപ്പോ അന്ന് വൈകിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്റെ ഭാര്യ പ്രസവിക്കുന്നു, ഇന്നൊരു കുഴപ്പമില്ല, സുഖപ്രസവം, അന്ന് കുഴപ്പമില്ലെന്ന് പറയുമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു എങ്ങോട്ടെങ്കിലും റെഫർ ചെയ്തു. ആ ഡോക്ടറിന് പെട്ടെന്ന് കോപം ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ്, ഞാൻ ഇവർക്ക് സാക്ഷി നീക്കും, ഇവർക്ക് സൈഡ് നീക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അന്ന് തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആദ്യമായി 108 ആംബുലൻസ് അവിടെ വരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഞാനൊരു കാര്യം പറയാൻ, താൻ വിഷമിക്കരുത്. എന്നാ ഡോക്ടറെ? തന്റെ കുഞ്ഞ് മരിച്ചു, തന്റെ ഭാര്യയെ രക്ഷിക്കണമെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ? ഞാനങ്ങ് എന്താ പറയുക, സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ നിരാശയോടെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി, ഡോക്ടറെ ഞാൻ എന്ത് ചെയ്തു? ഈ പാതിരാത്രി പറഞ്ഞാൽ ആരും, എന്റെ 2 അമ്മമാര് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. എന്റെ കയ്യിൽ 5 പൈസ, 700 രൂപയുള്ളൂ. കൊടുക്കേണ്ടതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. കൊണ്ടുപോകേണ്ട എല്ലാവരെല്ലാം കൊണ്ടുപോയി. ഇനി എന്റെ 5 പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ നിരാശയോടെ പറഞ്ഞു, വിഷമിക്കേണ്ട, ആംബുലൻസിന്റെ താൻ ഒന്നും ഓർത്തത് വിഷമിക്കേണ്ട, ഏതെങ്കിലും മെഡിക്കൽ കോളേജ് പറയാൻ, പണ്ടാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് എന്റെ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ 2 പ്രാവശ്യം അവർക്ക് അറ്റാക്ക് ഉണ്ടായി. 1 സെക്കൻഡ് ജിസിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു.
അതായത് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കുന്ന ആ മെഷീനിലൊക്കെ നിൽക്കുവാൻ തക്കണം. അതിനകത്ത് നിൽക്കുന്ന ആ മനുഷ്യന് കടന്നു വന്നിച്ച് ആ ബ്രദർ വന്നിച്ച് ജെസ്സിയുടെ ഇവിടെ ഇങ്ങനെ ഞെക്കി പെട്ടെന്ന് തന്നെ അതെല്ലാം കത്തുവാൻ തക്കണം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആദ്യം ഒരു സ്കാൻ ചെയ്തു, എന്റെ കുഞ്ഞ് മരിച്ചു. രണ്ടാമത് വീണ്ടും ഒരു സ്കാൻ ചെയ്ത് അതിനകത്തും എന്റെ കുഞ്ഞ് മരിച്ചു പോയതായിട്ടാണ് ഫോട്ടോ. എന്റെ കുഞ്ഞിനെ എടുത്തു കളയാൻ വേണ്ടി സമ്മതപത്രത്തിൽ ഒപ്പിടുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ആ ഒപ്പിലേക്ക് ആ പേപ്പറിലേക്ക് വീണപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പി വസന്ത എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ തോളത്ത് പിടിച്ച് പറഞ്ഞ് വിഷമിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം ഒരു കുഞ്ഞിനെ നിൽക്കുക. ഉടനെ ഞാൻ ചോദിച്ചു, ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ? അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആ ദൈവദാസിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ സീരിയസ് ആയിട്ട് നിങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറയുവാന്നൊക്കെ ഉണ്ടായി. അവിടെ ചെന്നതിന് ശേഷം ഇവരൊരു കുറിപ്പ് എനിക്ക് തന്നു, മരുന്ന് മേടിക്കാൻ. ആ കുറിപ്പുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെ 3 പെൺകുട്ടികളാണ് അവിടെ നിന്ന്. മരുന്നെല്ലാം എടുത്തു തന്നിട്ട് 1200 രൂപ വേണമെന്ന് പറയും. 5 പൈസ ആയില്ല. എന്റെ വണ്ടിയുടെ ഓട്ടോയുടെ താക്കോലും ഈ 700 രൂപയും കൊടുത്തപ്പോ അവര് ആ മരുന്ന് വലിക്കുവാൻ തക്കോണം. പൈസ ഇല്ലാതെ തരത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ഭ്രാന്തനല്ല, ഞാൻ 4 ദിവസമായി കുളിച്ചിട്ട് നനച്ചു. അപ്പൊ ഞാനൊരു ഭ്രാന്തനല്ല, ഞാൻ ഈ പൈസ തന്നേക്കാം. എന്റെ കുഞ്ഞോ മരിച്ചുപോയി, എന്റെ ഭാര്യയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി കണ്ണുനീരോടെ അവർ മുമ്പിൽ യാചിച്ചു. കുറച്ചു നേരം അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഈ മരുന്ന് എന്റെ കൈ വെച്ച് തന്നിട്ട് പറഞ്ഞു, ഈ പൈസ ഞാൻ അവിടെ കൊടുത്ത് പറഞ്ഞു, വേണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വരണം എന്ന് പറഞ്ഞു നിന്നു. ഞാൻ ആ മരുന്നും കൊണ്ട് ഓടി ആ ഡോക്ടറെ സിസ്റ്റർമാരെ കൊടുത്തു. ആ വിസിറ്റിംഗ് കസേരയിൽ എന്റെ അമ്മമാരോട് ഞാൻ പറഞ്ഞില്ല എന്റെ കുഞ്ഞ് മരിച്ചു പോയെന്നുള്ളത്. ആ വിസിറ്റിംഗ് കസേരയിൽ എന്റെ കുഞ്ഞിന്റെ ബോഡിക്ക് വേണ്ടി ഞാൻ നിരാശയോടെ കരയാതെ ഹൃദയം കൊണ്ട് കൊട്ടി അലറിക്കരഞ്ഞു. എന്റെ കുഞ്ഞിന്റെ ബോഡി മേടിക്കാനായി ഞാൻ ആ വിസിറ്റിംഗ് കസേരയിൽ 4:30 ആയപ്പോ വെള്ള തുണിയിൽ കുതിഞ്ഞു പിന്നെ ജെസ്സിയുടെ പേര് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ അവകാശിയുണ്ട് വരാൻ ഓടിച്ചെന്ന് ഞാൻ അവിടെ ചെന്ന് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയാന്നൊക്കെ ഉണ്ട്. ഉടനെ ആ സിസ്റ്ററിനോട് ചോദിച്ചു, താനെന്തിനാ കരയുന്നു? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, മരിച്ച കുഞ്ഞിന്റെ ബോഡി തരുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ ഞാൻ ഭ്രാന്തനല്ല. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ ഭ്രാന്തനായി, പക്ഷേ ഞാൻ ഭ്രാന്തനല്ല. ഉടനെ അവരോട് ചോദിച്ചു, താൻ എന്റെ മുഖത്തേക്ക് നോക്കണമെന്ന്. ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിന് ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കി, ദൈവമേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ. ആ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ വിസിറ്റിംഗ് കസേര അതുവരെ ഞാനല്ലാതെ വേറൊരാളിൽ മറ്റുള്ളവരെല്ലാം ഉറക്കോ 4:30 ആയതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉറക്കോ താഴെ കിടക്കും. ഞാൻ നോക്കുമ്പോ ഒരു ദൈവദാസൻ അവിടെ ഇരിക്കും. ഗോതമ്പിന്റെ കളറൊക്കെ പറഞ്ഞു കേട്ട് അതേ ഉള്ളൂ. ഏറ്റവും വൈകുന്നേരം ദൈവദാസൻ അവിടെ കറുത്ത പാൻറ് വെള്ള ഷർട്ട് ഇട്ട് നല്ലൊരു സുന്ദരനായ ഒരു പാസ്. എനിക്ക് കണ്ട് മനസ്സിലായ പാസ്സാണ്. ഓടിച്ചെന്ന് കുഞ്ഞിനെ കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ദിവാസിനെ, എന്റെ കുഞ്ഞ് മരിച്ചു പോയതായിരുന്നു, എനിക്ക് ജീവനോട് ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അദ്ദേഹം എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ പോലെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നെറുകയിൽ 3 ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം ഈ കുഞ്ഞിനെ മുകളിലോട്ട് ഉയർത്തിയിട്ട്, പിതാവേ, അർഹതയില്ലാത്തത് നിന്റെ ദാസൻ ദാനമായി കൊടുത്ത ഈ കുഞ്ഞിന് ഞാൻ കൃപ എന്ന് പേരിടും. ഞാൻ പറഞ്ഞില്ല പേരിട. ഒരു ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ചെവി കൃപ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു എന്റെ കൈ തന്നിട്ട് എന്റെ തോളത്ത് തട്ടിട്ട് ധൈര്യമായി പോകുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ കൊടുത്തിട്ട് അമ്മമാരെ കൊടുത്തിട്ട് 100 രൂപയും മേടിച്ചുകൊണ്ട് തിരികെ വരുമ്പോ ആ ദൈവദാസനെ അവിടെ കണ്ടില്ല. പണ്ടാലും മെഡിക്കൽ ബുക്കും പോലെ ഞാൻ അരിച്ചു പറിക്കും. എന്നും ആ ദൈവദാസനെ തിരക്കി നടക്കുക. പക്ഷെ അന്ന് ഞാൻ അവിടെ വെച്ച ദൈവത്തോട് ഉടമ്പടിയെടുത്തു. കർത്താവേ, ഇനി ഞാൻ വേല ചെയ്ത് നിനക്ക് വേണ്ടിയല്ല, മറ്റാർക്കും വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ സന്തോഷമുണ്ട്. ഞാൻ എന്റെ ദൈവദാസിയോട് പറയുവാൻ മറന്നു. 7 മണിയായപ്പോ ഞാൻ ഈ കർത്തൃദാസനെയും ദാസിയെയും ഞാൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോ കർത്തൃദാസിന്റെ മൂത്ത മോള് കരഞ്ഞും പറയും, ഇന്നലെ രാത്രി 10 മണിക്ക് എന്റെ പപ്പായും അമ്മയും പ്രാർത്ഥനാ മുറി കയറി ഇതുവരെ തിരികെ വന്നിട്ടില്ല. കരഞ്ഞു. ഞാൻ പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, പപ്പാടെ ഒന്ന് കൊടുത്തു കഥയെ മുട്ടത്തേക്ക് മറുതലക്ക് കേൾക്കാം. ഫോൺ തുറന്ന് അദ്ദേഹം വാതിൽ തുറന്ന്, കുഞ്ഞിനെ കിട്ടിയോ എന്നാണ് ആദ്യം. ഹലോന്ന് പോലും പറയാതെ കുഞ്ഞിനെ കിട്ടിയെന്ന് വന്നു. വിഷമിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവോട് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. രണ്ടാമതായി, അന്ന് മുതൽ എനിക്ക് ബൈബിൾ എന്താണെന്ന് അറിയാം.
കർത്താവ് ആരാണെന്നും എന്താണെന്നും അറിയണമെന്ന് ആഗ്രഹത്തിൽ വചനം പഠിക്കാൻ പലയിടത്തും പോയി. കടപ്പുറയിലുള്ള ഗബ്രോൺ ബൈബിൾ കോളേജിൽ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇവിടെയാണ്. 2ാമത്തെ വർഷമായപ്പോ 2ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം ഇവിടെയാണ്. 2ാമത്തെ കുഞ്ഞിന് വേറെ ജോലിയൊന്നുമില്ല. 2ാമത് എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ സ്കാൻ ചെയ്തതിനു ശേഷം അവരെന്നോട് പറഞ്ഞു, ആദ്യത്തെ ഒരു പെൺകുഞ്ഞല്ലേ ഡോക്ടർ ചോദിച്ചു, ലേഖാസുലി എന്ന് പറയുന്ന ഡോക്ടർ, ആദ്യത്തെ പെൺകുഞ്ഞല്ലേ? നമ്മൾ അത് ഇത് ഒരു പെൺകുഞ്ഞാ, ഇതിനെ നമുക്ക് വേണ്ട, ഇതിനെ കളഞ്ഞേക്കാം. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്താ ഈ പറയുന്നത്? അപ്പൊ പറഞ്ഞു, വേണ്ട, ഇതിന് കളയണ്ട, എനിക്ക് പെൺകുഞ്ഞിനെ മതി, ദൈവം തരുന്നത് ഞാൻ സന്തോഷത്തോടെ വളർത്തിക്കോളും. അപ്പൊ അവര് സ്കാൻ റിപ്പോർട്ട് കാണിച്ചിട്ട് പറഞ്ഞു, എടോ, തന്റെ ഭാര്യയുടെ യൂട്രസിന് 6 മുഴയും ഈ കുഞ്ഞിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇതിന് കിട്ടിയാലും പ്രയോജനമില്ല, മാംസപിണ്ഡം പോലെ കിടക്കത്തേ ഉള്ളൂ, ഇതിന് നമുക്ക് വേണ്ട, സംസാരിക്കത്തില്ല, ഇത് നടക്കത്തോ ഒന്നുമില്ല, അതുകൊണ്ട് തനിക്ക് ഇത് വേണ്ട. ഞാൻ പറഞ്ഞു, ഇല്ലത് ഡോക്ടറെ, എനിക്ക് ആദ്യം മരിച്ചു പോയാലും എനിക്ക് കുഞ്ഞിനെ ദൈവം തന്നത്, ഈ കുഞ്ഞിനെ ഞാൻ കളയത്തില്ല, എനിക്കിത് വേണം, എനിക്ക് പോക്കൊരു ജീവനുള്ളിടത്തോളം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയാത്തൊക്കെ അദ്ദേഹം. അപ്പൊ അവർ ഈ റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു റിസ്ക് ഏറ്റെടുക്കണ്ട, ഞാൻ പറയുന്നിടത്തെല്ലാം അവര് 5-10 പേപ്പർ അവിടെ എല്ലാം ഒപ്പിട്ട് കൊടുത്തു. എന്നാ എന്റെ ഭാര്യയോ കുഞ്ഞോ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ഒപ്പുകളാണ് ഞാൻ ഇട്ടു കൊടുത്തത്. അതിനുശേഷം 2ാം വർഷം ഞാൻ പഠിക്കുമ്പോൾ അവിടെ പിറ്റേ ദിവസം എന്റെ ഭാര്യയുടെ പ്രസവ ഡേറ്റ്, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് എന്റെ കയ്യിൽ 5 പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ണാൻ കടന്നു പോയി കഴിഞ്ഞപ്പോ ഞാന് ആ ഡെസ്കിലോട്ട് തലയും ചായച്ചു അവിടെ ഇരുന്നുകൊണ്ട് വായിൽ ഉള്ള പേപ്പറെല്ലാം തള്ളിക്കയറ്റി എന്റെ മുണ്ടിന്റെ കോന്തലെല്ലാം വായിച്ചിട്ട് ആരും അറിയാതെ ഞാൻ അവിടെ നിന്ന് കരയുവാൻ തക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ഭാര്യ അവിടെ പ്രസവം നടക്കുന്നത് 3 പേരെ ബ്ലഡിന് വേണമെന്ന് എന്റെ ആരും ഞാൻ വന്നിട്ട് വിളിച്ചിട്ട് ആരും വന്നുമില്ല, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല കർത്താവേ എന്ന് പറയുവാൻ തക്കുന്നു. ഉണ്ണാനിരുന്ന അച്ചായൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ദൈവം വിട്ട്, നീ റൂമിൽ ചെല്ലുക എന്ന്, ക്ലാസ്സിൽ ചെല്ലുക. അദ്ദേഹം ഓടി വരുമ്പോ ഞാൻ ഈ കമന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം എന്റെ പുറത്ത് വന്ന് വിളിച്ചപ്പോ, എന്നാ സുഖം, നീ വരാൻ ചോറിനാൻ വരാഞ്ഞെന്താ? പെട്ടെന്ന് ഞാൻ കണ്ണു തുടച്ചിട്ട്, നീ എന്നെ കരയുകയായിരുന്നു. അവൻ എന്താ കരയില്ലേ, കണ്ണിലേ രണ്ട് പോയപ്പോ അതേ ഞാൻ തുടച്ച. നീ എന്നോട് കള്ളം പറയരുത്, നീ ഒരു ദൈവാസന, കള്ളം പറയരുത്. വളരെ ഞാൻ പൊട്ടിക്കരയാൻ നിൽക്കുന്നത്. അദ്ദേഹം എന്നെ മാറോട് ചേർത്ത് വെച്ച് പറഞ്ഞു, നീ വിഷമിക്കണം, നമുക്ക് നാളെ നിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹവും ഞാനും പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എന്നെക്കാൾ ഉപരിയായി നേരത്തെ നോക്കി നമ്മുടെ ചെന്നിത്തല എന്ന് പറഞ്ഞ ദേശം, ഞാനും അദ്ദേഹവും കൂടെ PSM എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ എന്റെ ഭാര്യയുടെ പ്രസവം നടക്കി 6 മുഴയും കട്ടി 6ടെയും ബ്ലഡും കയറ്റാതെ സുഖപ്രസവത്തോടുകൂടെ 2ാമതൊരു പെൺകുഞ്ഞിന് ജന്മം. ഉടനെ എന്നെ ജെസ്സിയുടെ അമ്മാച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2ാമത്തെ പെൺകുഞ്ഞാ, വിഷമിക്കൊന്നും ചെയ്യരുത്. പക്ഷേ ആ വിസിറ്റിംഗ് കസേരയിൽ നിന്ന് ഞാൻ കർത്താവിനോട്, ദൈവമേ, ഞാൻ ശുശ്രൂഷയ്ക്ക് എവിടെങ്കിലും പോകുമ്പോ ഒന്ന് തളർന്നു വീണാൽ എന്റെ പെൺകുഞ്ഞുങ്ങൾ രാത്രി ഇങ്ങോട്ട് ഓടി വരികയാണെങ്കിൽ അതിന് പച്ചയ്ക്ക് തിന്നു, ദൈവമേ, എനിക്കൊരു ആൺകുഞ്ഞിന് നീ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് വേദനിച്ചു. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞില്ല. എന്റെ തൊട്ടടുത്തിരുന്ന ഒരു അച്ചായൻ, അതായത് ഒരു ആരോഗ്യ ദൃഢഗാത്രനായ നല്ല വെളുത്തൊരു അച്ചായൻ, ഒരു ജിബയൊക്കെ ഇട്ട് ഒരു നല്ല വെളുത്ത് സുന്ദരനായ അച്ചായൻ, അദ്ദേഹം എന്റെ തുടക്കിട്ട് ഒറ്റ അടി അടിച്ചിട്ട് പറഞ്ഞു, നീ എന്തുവാ ഭാരപ്പെടുന്നത്, നീ എന്തിനു വിഷമിക്കുന്നത്, പെൺകുഞ്ഞ ദൈവം അറിയാതെ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എണ്ണിച്ചൊക്കെ പോയി. അദ്ദേഹം മറയുന്നത് വരെ എനിക്കൊന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ എന്റെ മനസ്സിൽ നിന്ന് മാറി. പിന്നെ അങ്ങനെയുള്ള കാര്യം ചിന്തിച്ചിട്ട് ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എന്റെ കുഞ്ഞിനെ കണ്ടു. അവിടെ എല്ലാം വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. അദ്ദേഹം, ഞാൻ എന്റെ മനസ്സിലിരുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ, അദ്ദേഹം ആരാണ് ഇനി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ കർത്താവിൽ 2 പ്രാവശ്യം വന്ന് ബലപ്പെടുത്തി ഓർച്ചു. എത്ര നന്ദി പറഞ്ഞാൽ കരുണയാൽ കിട്ടിയത് കൊണ്ട് എന്റെ 2ാമത്തെ കുഞ്ഞിന് കരുണയെന്ന് പേര്. അന്ന് മുതൽ ഇന്ന് വരെയും ആ കർത്താവിന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും തളർന്നു പോകുന്ന പല അനുഭവങ്ങളും കടന്നു പോകും. എന്റെ അപ്പച്ചൻ എന്നെ കാത്തു പരിപാലിച്ച് ഇന്നും ആ വയൽ പ്രദേശത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയുമായി കയറി ചെയ്യും. പലന്ന് മറ്റുള്ളവരെല്ലാം എന്ന് പറഞ്ഞു ജോലി ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ചുമ്മാതിരുന്ന് തിന്നാൻ വേണ്ടി ബന്ധപ്പോസിലായി
ഇന്ന് ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊന്ന് കരുതിയില്ലായി. എന്റെ സർവശക്തമായ ദൈവം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നും എന്നെ ജയാളിയായിട്ട് നടത്തും. ആ കർത്താവ് എത്ര നന്ദി പറഞ്ഞാൽ അവൻ എന്റെ ഉപനിധിയം, അവന്റെ എല്ലാം, അവന്റെ ജീവൻ, എന്റെ അപ്പനും എന്റെ അമ്മയുമായ ആ കർത്താവിൽ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ പേര് ചെയ്യും. ഇന്ന് നെല്ലാടിന്റെ പ്രദേശത്ത് കർച്ചക്കോടിന്റെ ചർച്ചിൽ പാസ്റ്ററായിട്ട് പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇതാണ് എന്റെ സാക്ഷി. ഇന്ന് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടുകയാണ്. പലയിടത്തും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിത്യരാജാവാകുന്ന കർത്താവിന്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ. നിന്ദിക്കപ്പെട്ടിടത്ത്, പരിഹസിക്കപ്പെട്ടിടത്ത് ഒറ്റപ്പെടുത്തിയവരും ഇന്ന് തമ്പുരാന്റെ ജയാളിയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇന്ന് പണ്ട് പറയുന്ന പഴഞ്ചൊല്ലി ഇപ്പൊ പറയുന്നത്, നാനറിഞ്ഞ ഫലവും നായ്ക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ പറയുന്നു. ആ ദൈവദാസനെ കണ്ടുപിടിക്കും. പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും, പലരും എന്നെ കാണും, ബഹുമാനിക്കും, എല്ലാം ചെയ്യും. ഈ ദേശത്ത് നിരണം എന്ന് പറയുന്ന ദേശത്ത് ഒരു മാതൃകാ ജീവിതം എനിക്കും നയിക്കുവാൻ എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് ഈ സാക്ഷ്യത്തിൽ കൂടെ പറയാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി. ഇതാണ് സാക്ഷ്യം. ദൈവമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ജീസസ് ടിവിയോടും നന്ദി പറയും. ദൈവമുള്ളവരെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ, കർത്താവിനെ ഉപയോഗിക്കട്ടെ, കർത്തൃനാമത്തിന് വേണ്ടി നിൽക്കുവാന് കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം കർത്താവേ കൂടെ ഞങ്ങൾക്ക് കർത്താവെ സാക്ഷ്യം പറയുവാൻ, ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ സാക്ഷ്യം അനേകർക്ക് ഒരു വിടുതലായി തീരുവാൻ, അനേകർക്ക് ഒരു മാതൃകയായി കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയാന്റിയും കുടുംബത്തെയെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവർ മുഖാന്തരം കർത്താവ് ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ളവർ കർത്താവ് രക്ഷിക്കപ്പെടുവാനും അനേകർ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാനും ഇടയാക്കണമേ. ഈ പ്രവർത്തനം വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ളവർ കർത്താവ് ഇത് കണ്ട് കർത്താവെ ഹല്ലേലൂയ അവർ ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടപെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ കർത്താവ് ഈ ടിവിയുടെ കർത്താവ് ഈ പ്രവർത്തനത്തിന് പിന്നിൽ ദൈവത്തിന്റെ പാലങ്കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശത്രുവും കർത്താവെ ഇത് തകർത്ത് കളയുക ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ തന്റെ ദാസിയുടെ കർത്താവെ തലമുറകളെ കുർദാസിനെ എല്ലാവരെയും മാതാപിതാക്കളെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ടി വി പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവെ നിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത് അനേകർക്ക് ആശ്വാസവും വിടുതലുമായി ചെയ്യുവാൻ രക്ഷകനാകുന്ന കർത്താവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഒരു കർത്താവെ ഹല്ലേലൂയ ഒരു ദൈവമേ കർത്താവ് ചൂണ്ടുപലകയായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടപെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഘോഷകലഘടകം തെരദീവാലഘടകരനാക്കി കർത്താവെ നിന്റെ പൊന്നുകരങ്ങളിലേക്ക് കർത്താവെ വിഷ്ണു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ പ്രവർത്തനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഇതൊരു അനുഗ്രഹമായി തീരുമാറാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ കൈക്കൊള്ളുമാറാകണം. ആമേൻ.